ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മള് സുനിക്കയുടെ അടുത്താണുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് നല്ല പ്രീമിയം ലെവലിലുള്ള വാഹനങ്ങൾ നമ്മൾ നല്ല ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുപോകാം. ക്രച്ചകളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോകണ്ട, ഇഷ്ടം പോലെ ക്രച്ചകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാ ജനറേഷനും നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് കൊണ്ടുപോകാം. അതേപോലെ ഇന്നോവകളാകട്ടെ, ഇനി നമ്മൾ 7 സീറ്റേഴ്സിന്റെ ഒക്കെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇസുസു വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫോർച്യൂണർ ഇവിടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല മൈലേജ് ഡെയിലി യൂസിനൊക്കെ നോക്കുന്നവർക്ക് ഡീസലില് നല്ല WR വരുന്നുണ്ട്. ഏകദേശം 24 വരെയൊക്കെ നമുക്ക് മൈലേജ് കിട്ടും. അതേപോലെ ബൊലേറോ, അതേപോലെ നമുക്ക് എസ്ക്രോസ്, അങ്ങനെ നല്ല കളക്ഷൻസ്, SUV നല്ലൊരു കിടിലൻ കളക്ഷൻസ് ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ സുനിക്ക, നമ്മളെ ഈ ഒരു സുനി ഓപ്പൺ മോട്ടോഴ്സിന്റെ ലൊക്കേഷൻ ആദ്യമായിട്ട് കാണുന്ന പലരുണ്ട്. അതുപോലെ ലൊക്കേഷൻ നമുക്ക് മഞ്ചേരി തുറക്കൽ 28 എന്ന സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷന്. അവിടെ ടാറ്റന്റെ ഷോറൂം ഉണ്ട്. ആര് ചോദിച്ചാലും പറഞ്ഞാൽ 28 സ്റ്റോപ്പ് ചോദിച്ചാൽ മതി, ആരും പറഞ്ഞു തരും. നേരെ പോരാ, അവർക്ക് കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. മാക്സിമം നമ്മൾ കഴിയുന്ന പരമാവധി. നമ്മൾ ഇതിൽ പറയുന്ന വില ഒരു ഫൈനൽ റേറ്റ് അല്ലല്ലോ, ആളുകൾ പറയുന്നുള്ളൂ. നമ്മൾ നിങ്ങൾ കസ്റ്റമറെ കാണി പ്രത്യേകിച്ച് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് സുനിക്ക, നമുക്ക് ഏകദേശം 2 യാർഡായിട്ടാണല്ലോ. ടോട്ടൽ നമുക്ക് എത്ര വണ്ടി ഉണ്ട്? നമുക്ക് 100ഓളം വണ്ടി ഉണ്ട്. 100ഓളം വണ്ടി ഉണ്ട്. അപ്പൊ ആളുകൾ വന്നാൽ മതി, ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, കയ്യിലുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഷോറൂമിൽ വന്നാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ബ്രാൻഡുകൾ നമുക്കുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നിപ്പോ നോക്കുന്നത് മൈലേജ് ആണ്. അപ്പൊ ഒരു 24 കമ്പനി ഓഫർ ചെയ്യുന്നത് എന്തായാലും നമുക്ക് 22 എന്തായാലും കിട്ടൂല, 100% എന്തായാലും. ഓണ്ടന്റെ WRV, അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അപ്പൊ നമുക്ക് AC, പോസ്റ്ററിംഗ്, പവർ വിൻഡോസ്, ക്രൂസ് കൺട്രോള്, A-to-Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന വണ്ടി. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2017 VX ആണ്, ഡീസൽ ആണ്, മാനുവൽ ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,08,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞ് 1/6 ചെയ്തു. അതിന്റെ ബില്ല് നമ്മളെ കയ്യിലുണ്ട്. ഡയറക്റ്റ് ഈ വണ്ടി ഡയറക്റ്റ് എടുക്കാം. ഞാൻ അടുത്ത സർവീസ് നമുക്കൊരു 1/16 ടയർ കാര്യം ഒരു 60% ഉള്ളൂ. ബാക്കി ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ക്ലീൻ ആണ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇതിന് A65 നമുക്ക് ലോണൊക്കെ ഏകദേശം നല്ല പ്രൊഫൈൽ നോക്കി 6.25 കൊടുക്കാം. 6.25 ചെറിയ ഡൗൺ പേയ്മെന്റ്. അടുത്താണ് നമുക്കൊരു 7 സീറ്റർ അല്ലേ? അതെ. മഹീന്ദ്ര ബൊലേറോ. ഇതെങ്ങനെയായിരുന്നു? ഇത് 2017-18 റേസറുള്ള വണ്ടിയാണ്. SLX ആണ്, 2ാമത്തെ ഓണറാണ്. പവർ പ്ലസ് എഞ്ചിനാണ്. നല്ല സീറ്റ് കവർ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, 5 ടയറും പുതിയതാണ്. റെസ്റ്റ് ഇല്ല. അതിന് പറയാനുള്ള ആകെ കാരണം റെസ്റ്റ് ആണ് ചോദിക്കാതെ പരിപാടി കാണുന്നില്ല. എഞ്ചിന് പക്കയാണ്. സർവീസ് ഈ റെസ്റ്റ് കാണിക്കുന്നു. അത് ഇതിന്നില്ല. കണ്ടതിന് 6 വണ്ടിന്റെ ബോഡി വൃത്തി കണ്ടാ അറിയാം. നമുക്ക് 5 ടയറും പക്കയാണ്, 5 ടയർ വെക്കാനില്ല. പിന്നെ പവർ പ്ലസ് ആയതുകൊണ്ട് ഒരു 17 എന്തായാലും 100% കിട്ടുന്നുണ്ട്. പിന്നെ മറ്റേ MT-ന്റെ മാരല്ല, യാത്ര ചെയ്യുമ്പോൾ സുഖം ഉണ്ട്. ഇതിന് ഗിയർ ബോക്സ് ഒക്കെ കാർ കൊണ്ടിടക്കുന്ന സ്മൂത്തിൽ. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇതിന് 6.25 നമുക്ക് ലോണൊക്കെ ഏകദേശം ഇതിന് നല്ല 6 രൂപ ചെയ്ത് കൊടുക്കാം. 6 രൂപ 10-15 രൂപ സുഖമായിട്ട്. അടുത്ത നമുക്ക് കിയ സെൽറ്റോസ്. അതും നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. എങ്ങനെയായിരുന്നു സുനിക്ക ഡീറ്റെയിൽസ്? 2019 വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്, HTX പ്ലസ്, അതായത് സൺറൂഫ് വരുന്ന വേരിയന്റ് ആണ് വണ്ടി. പിന്നെ കാര്യങ്ങളെല്ലാം പക്കയാണ്, പക്ക. നല്ല ഇന്റീരിയൽ നോക്കിയത് അതിനെ അത്ര വൃത്തിയാണ്. സിംഗിൾ ഓണറിന്റെ മെച്ച വണ്ടി കാണുന്നുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടി കറക്റ്റ് സർവീസ്. ഓരോ 10,000 സർവീസ് ആണ്. അതിന്റെ ബില്ല് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. ഗ്രേ കളറാണ് വണ്ടി. ഫാൻസി നമ്പർ ഉണ്ട്. 6002 നമ്പറൊക്കെ ഉണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 12 രൂപ. ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? അല്ല, 10 രൂപ ചെയ്ത് കൊടുക്കാം. 10 രൂപ ചെയ്ത്. അത് നമുക്ക് ക്രെറ്റ അല്ല? അതെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2020 പെട്രോൾ ആണ്. EX എന്ന ഓപ്ഷനാണ് വണ്ടി വരുന്നത്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2ാമത്തെ ഓണർ ഞാൻ ആയതാട്ടോ. ആസി തരാഞ്ഞിട്ട് പാർട്ടി നമ്മളായതാണ്. അത് ഇംഗ്ലീഷ് തന്നെയാണ്. നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു? ഇതിന് നമുക്ക് ഒരു 11,25 നമ്മൾ ചോദിക്കുന്നത്. 2020 26,000 കിലോമീറ്റർ ഓടി വണ്ടി കിട്ടോ. MT കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 26,000 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ് അടുത്ത 30 സർവീസ് ചെയ്യാണ്ട്. നമ്മള് ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന്? ഇതൊക്കെ 90% ലോൺ കൊടുക്കാം. അത് മോഡൽ കൂടി വണ്ടിയല്ലേ, ചെറിയ ആക്കി കൊടുക്കാൻ പറ്റും. ക്രെറ്റയുടെ സെക്കൻഡ് ജനറേഷൻ അല്ലേ? അതെ, സെക്കൻഡ് ജനറേഷൻ 2018 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 19 റൈസറിന്റെ വണ്ടിക്ക്. പിന്നെ സൺറൂഫ് ആണ്, ഓട്ടോമാറ്റിക് ആണ്, റീപ്ലേസ് ഇല്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,20 ഓടിയിട്ടുണ്ട്.
അതിന്റെ വിലക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു? ഇതൊരു 1250. 1250 മോഡൽ ഏതായിരുന്നു? ഇത് SXO, അത് ഏറ്റവും ടോപ്പ് തന്നെ സൺറൂഫിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ റീപ്ലേസോ കാര്യം ഒന്നുമില്ല. രജിസ്ട്രേഷൻ ഒക്കെ 63, 68, 50 നമ്പറുള്ള വണ്ടിയാണ്. മോഡൽ പറഞ്ഞു 2018 മോഡൽ 19 റേസർ. 18 മോഡൽ 19 മൂന്നാം മാസം വണ്ടിയാണ്. 19 മൂന്നാം മാസം വണ്ടിയാണ്. പക്ഷേ മോഡൽ 18 കിട്ടിയിട്ടുള്ളൂ. വീണ്ടും അതിന്റെ ഒരു തൊട്ട് താഴെയുള്ള ഒരു ഓപ്ഷൻ ഇല്ല? അതെ അതെ, സെയിം മോഡൽ തന്നെയാണ്. സെയിം മോഡലാണ്. 2019 ആണ്. ഓട്ടോമാറ്റിക് ആണ് ഇത്. ആ സാധനം ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് S+ മോഡലാണ്. S+. സൺറൂഫ് ഉണ്ടാവില്ല, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 1150. 1150 കിലോമീറ്റർ 120 കറക്റ്റ്. സിംഗിൾ ഓണർ വണ്ടി കറക്റ്റ് സർവീസ് ആണ്. ഈ 120 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് എടുത്തതാണ്. അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു വണ്ടി കൂടി ഉണ്ട്. ഇതിന് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 2018 ആണ്. ഇത് 9,400. മാനുവൽ ആട്ടോ. മാനുവലാണ്. ഇത് 1.4 ആണ്. സിംഗിൾ ഓണർ ആണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസ്. അതായത് 2018 ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടി. നല്ല എക്സ്ട്രാ അലവിലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. 1 അലവിൽ ഉണ്ടാവില്ല, അലവിലിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വൃത്തിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഇതിന് 9,400 നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഒരു 9 റുപ്യ ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കും. 75 രൂപ ആക്കി കൊടുക്കും. നല്ല പ്രൊഫൈൽ ഉണ്ട് കേട്ടോ. ക്രച്ചിന്റെ ഫസ്റ്റ് ജെൻ. അതെ, ഇതെങ്ങനെയായിരുന്നു നമുക്ക്? ഇത് 2017 മോഡല് SX ഡീസൽ ഓട്ടോമാറ്റിക്. ഇതും ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് വരുന്നത് ഒരു 6 വണ്ടി കൂടെ കൊടുക്കും കേട്ടോ. അതെ, അപ്പൊ നമുക്ക് പിന്നെ 6 വണ്ടികളുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക്. അതെ അതെ അതെ. നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം ഇതിന്? ഇത് നമുക്കൊരു 9 റുപ്യ കൊടുക്കാം. 2017 XX 1.6 ആണ്. ഓട്ടോമാറ്റിക് ആണ്. 9 റുപ്യ കൊടുക്കാം. 9 റുപ്യക്ക് ലോണോ? 9 രൂപ 8 ലോൺ കിട്ടും. 17 അല്ലേ? ഒരു 50 രൂപ നല്ല ട്രാക്കിലൊക്കെ വണ്ടി ഉണ്ടോ? അതെ. വീണ്ടും അതേപോലെ തന്നെ നമുക്ക് ഒരു ഡുവൽ ടോൺ ഒക്കെ ചെയ്തിട്ടുള്ള സെയിം മോഡൽ 2016 ആണ്. SX ആണ്. ഡീസൽ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അതെങ്ങനെ ചോദ്യം? ഇത് ചോദിക്കുന്നത് 8 രൂപ. 8 രൂപ ലോണ് 8 റുപ്യ. 8 റുപ്യ വരെ ചെയ്യാൻ പറ്റില്ല. അതാണ് വീണ്ടും നമുക്ക് സെക്കൻഡ് ജെൻ അല്ലേ? അതെ. ഇത് എങ്ങനെ 2015-16 മോഡലാണ്. SX തന്നെയാണ്. ഇതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് മൂന്നാമത്തെ ഓണറാണ്. ഇത് ആ ലെവലിലേക്ക് നമ്മൾ കൊടുക്കും. 8 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. 8 ലക്ഷം രൂപയ്ക്ക്. അതെ. അപ്പൊ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? അതൊരു 7 വരെ ചെയ്യാൻ പറ്റും. അതെ. വീണ്ടും ഫസ്റ്റ് ജെൻ ഉണ്ട്. ഇത് 2015-16 റേസറിലെ വണ്ടി 1.6 XXO. അതായത് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. അതിന് സൺറൂഫ് ഉണ്ടാവില്ല. അത് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. സെക്കൻഡ് ജനറേഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ്. 1.60 ഓടിയിട്ട് കറക്റ്റ് സർവീസ് ആണ്. ഇത് 7.25 റുപ്യ 7 റുപ്യ ലോൺ കൊടുക്കും. 7 റുപ്യ ലോൺ കൊടുക്കുക. അതെ. 75 രൂപ വേണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി നമുക്ക് ഇതിന്റെ ഇതൊന്നും വേണ്ട. ഇതിന്റെ കുറച്ച് താഴെയുള്ള ആള് മതി. ഇത് 2000 സബോമീറ്റർ SUV. അതെ. ഇത് 1.1 ടെർബോ വണ്ടിയാണ്. 2010 ടോപ്പ് ലോഡ്. അതെ, ടോപ്പ് ലോഡ്. 2019 ടെർബോയില് 50,000 ഓടി. സിംഗിൾ ഓണർ വണ്ടി. സൺറൂഫിലെ വണ്ടി. നമുക്ക് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 8-20 ചോദിച്ചപ്പോ ചോദിച്ചു. അപ്പൊ ഒരു 7 റുപ്യ ലോൺ കൊടുക്കട്ടെ. 19 മോഡലായതുകൊണ്ട് 10-80 രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം. സൺറൂഫ്, ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു സബോമീറ്റർ SUV ടെർബോ. ഇതിനാല് പെർഫോമൻസ് ഉണ്ടാവും. അതുപോലെ നമുക്ക് റെനോന്റെ ഒരു ക്യാപ്ചർ. ഇതെങ്ങനെയായിരുന്നു നമുക്ക്? ഇത് 2017 വണ്ടി. ഒരു 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. RXT ഡീസലാണ്. മാനുവൽ ആണ്. തേർഡ് ഓണർ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ വിലക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യും. ഇതിന് ആകെ ചോദിക്കുന്ന 6.35 ആണ്. ഇതിന് 5.5 റുപ്യ ലോൺ നമുക്ക് കൊടുക്കുന്നുണ്ട്. നല്ല പ്രൊഫൈലാണെങ്കിൽ 5.25 വരെ കൊടുക്കാം. ചെറിയ നമുക്ക് വണ്ടി വണ്ടി യാത്രാ സുഖം ഇത് തന്നെയാണ്. പിന്നെ നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് നല്ല കംഫർട്ട്. അടുത്താണ് ഇന്നോവ അല്ല? അതെ. ഇന്നോവ എങ്ങനെയായിരുന്നു സുനിക്ക മോഡൽ? 2015 റീറേഷൻ വണ്ടിയാണ്. G4 മാനുവല്. 1.50 ഓടിയ വണ്ടിയാണ്. എക്സ്ട്രാ അലയും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ് അല്ലാതെ വേറെ റീപ്ലേസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ എത്ര ചോദിക്കണം? ഇത് നമുക്കൊരു 890 ചോദിച്ചിട്ട് നമുക്ക് ഒരു 7.25 ലോൺ കൊടുക്കാം. 890 ചോദ്യം 7.25 ലോൺ. അതെ അതെ. ഇനി അതെല്ലാം അതിന്റെ ഒരു പിന്നെ ഒരു ക്രീം കളർ ഇല്ല? അതെ, ഗോൾഡ് കളർ. 2013 റീറേഷൻ വണ്ടിയാണ്. പിന്നെ 1.30 ഓടിയിട്ടുണ്ട്. ഇത് സിംഗിൾ ഓണർ ആട്ടോ വണ്ടി. നമ്പർ ആയതാണെങ്കിൽ സിംഗിൾ ഓണർ ആണ്. അത് തെലങ്കാന വരുന്ന വണ്ടികളൊക്കെ അങ്ങനെ സിംഗിൾ ഓണർ ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സിംഗിൾ ഓണർ പറയാൻ കാരണം. റീപ്ലേസ് മെയിൻ ഗ്ലാസ് അല്ലാതെ വേറെ ഒന്നുമില്ല. ചോദ്യം ഇത് 7.40 6 ലോണും.
ഇതാണ് ക്രെറ്റയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ഡാർക്ക് എഡിഷൻ അല്ലേ? ബ്ലാക്ക്. അതുകൊണ്ട് അതിന്റെ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2020 മോഡൽ വണ്ടിയാണ്, ന്യൂ ഷേപ്പാണ് വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്, ആകെ 80,000 ഓടിയിട്ടുള്ളൂ. പിന്നെ ഓൺഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ് ചെയ്ത സാധനമല്ല. ഓക്കെ, ഡീസലും അല്ലേ? ഡീസലാണ്, ആകെ 83 ഓടിയിട്ടുള്ളൂ കേട്ടോ സിംഗിൾ ഓണർ വണ്ടി. 80 കറക്റ്റ് സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ, നമ്മൾ എത്ര ചോദ്യം? ഇത് 13,25. 13,25. ഓക്കെ, ലോൺ 10 രൂപ ലോൺ കൊടുക്കാം. 10 രൂപയില് നമുക്ക് ലോണും ചെയ്യാം. അടുത്ത തവണ നമുക്ക് ഇനി ഫോർച്യൂണർ നോക്കുന്നു. ഫോർച്യൂണർ എല്ലാം നമുക്ക് അത്യാവശ്യം കളക്ഷൻസ് വരുന്നുണ്ട് അല്ലേ? ഇതെങ്ങനെയായിരുന്നു നമുക്ക്? 2012 ഫോർച്യൂണർ 2 ഡ്രൈവ് വണ്ടി, ഓട്ടോമാറ്റിക്, 2 വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ, അത് രണ്ടാമത്തെ ഓണറിലാണ്. 1.75 ഓടിയിട്ടുണ്ട്, കറക്റ്റ് സർവീസ് ആണ്. റീപ്ലേസ് ബേങ് ഗ്ലാസ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ടയർ കാര്യങ്ങൾ 80% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ എത്ര ചോദിക്കണേ? ഇത് 12,90. 12,90 അല്ലേ? നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഏകദേശം നമുക്ക് ലോൺ ഒരു 9 രൂപ വരെ ചെയ്ത് കൊടുക്കാം. 9 രൂപ വരെ നമുക്ക് ലോണും ചെയ്യാലോ. അതെ അതെ. വീണ്ടും ഒരു ഫോർച്യൂണർ. ഇതെങ്ങനെയായിരുന്നു നമുക്ക്? ഇത് 2013 മോഡൽ വണ്ടിയാണ്. ഓക്കെ, 2 വീൽ ഓട്ടോമാറ്റിക് തന്നെയാണ്. ഇത് രണ്ടാമത്തെ ഓണറാണ്. 1.60 ഓടിയിട്ടുണ്ട്, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 13,50 ചോദിക്കുന്നത്. ടയർ കാര്യങ്ങൾ 80% ഉണ്ട്. ഇത് പേർ വൈറ്റ് ആണ്. മറ്റേ മുന്നേ കണ്ട വണ്ടി വൈറ്റ് ആണ്, ഇത് പേർ വൈറ്റ് ആണ്. ഒരു ഓഫ് വൈറ്റ് ടച്ചിൽ വരുന്ന വണ്ടി. അതെ അതെ അതെ. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ റേറ്റ് പറഞ്ഞത്? ഇത് 13,50. ഇത് 10 രൂപ ലോണും കൊടുക്കട്ടോ. 10 രൂപ ലോണും കഴിയാം. അതെ, ഇത് നമ്മളൊരു ഗൾഫ് മോഡൽ വണ്ടിയാണ്. ഇത് ഇസൂസു രാജാവാണ്. ഫോർച്യൂണർ ഇന്നോവ കാർ മാറി നിൽക്കും. ഓക്കെ, അതായത് ഇതിന് സീസി എന്ന് പറഞ്ഞത് 2,900. 2,900. ഓക്കെ, കേരള വണ്ടി തന്നെയാണ്. കേരള വണ്ടിയാണ്, 2014 ആണ്. പിന്നെ M47 വേർഷൻ വരിക. അത് 1.60 ഓടിയിട്ടുണ്ട്. 1.52 കഴിഞ്ഞ മാസം സർവീസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കിയ പക്ക ലെതർ സീറ്റ് കാര്യമൊക്കെ യാത്ര ചെയ്യാല്ലേ? ലക്ഷറി വണ്ടി, ലക്ഷറി വണ്ടി. ആരും റോട്ടിക്ക് ഇറങ്ങി ആരും നോക്കും. അതാണ്. ഡീസലല്ലേ വണ്ടി? ഡീസലാണ്. നമ്മളെങ്ങനെ ചോദിക്കണം? ഇത് നമ്മൾ 9 രൂപ ചോദിക്കുന്നുണ്ട്. ലോണൊക്കെ 7 രൂപ ചെയ്ത് കൊടുക്കാം. സർവീസ് ഇപ്പൊ മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ കോഴിക്കോട് സർവീസ് ഉണ്ട്. ഞാനൊക്കെ വേണമെങ്കിൽ അതായത് പ്രദേശങ്ങളിൽ തൃശ്ശൂർ, എറണാകുളം ഭാഗത്തൊക്കെ സർവീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്താണ് നമുക്ക് ഇനി ഡീസൽ ബ്രസ് നോക്കുന്നവർക്ക്. അതെ, നല്ലൊരു വണ്ടി ഇവിടെ നമുക്ക് എടുക്കുന്നുണ്ട്. 2017 മോഡൽ ZD പ്ലസ് ആട്ടോ. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ, 1.10 ഓടി, രണ്ടാമത്തെ ഓണർ, കറക്റ്റ് സർവീസ് ബുക്ക്, സർക്കഞ്ചായി കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറൊക്കെ 60% നല്ല ഇന്റീരിയൽ കാര്യങ്ങളൊക്കെ. ചോദ്യം ഇത് 790 ചോദിക്കുന്നുണ്ട്. 7 രൂപ ലോണും കൊടുക്കട്ടോ. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. അതെ അതെ അതെ. വീണ്ടും ഞാൻ 2016 ZD ആയി. 189,000 ഓടി, രണ്ടാമത്തെ ഓണർ. ഓക്കെ, നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം? ഇത് നമ്മള് 7.45 ചോദിക്കുന്നുണ്ട്. ഇതിൽ 6.3 ലോണും കൊടുക്കാം. 18 രൂപ എന്തായാലും അതിന് മൈലേജ് പറയണ്ടല്ലോ, മാരുതിന്റെ വണ്ടികളല്ലേ, ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ഹൈബ്രിഡ് വരുന്ന 2018 അൽഫ, രണ്ടാമത്തെ ഓണർ, 90 ഓടിയ വണ്ടി. ഓക്കെ, ഡീസൽ ഡീസൽ മാനുവൽ, ക്രൂസ് കൺട്രോൾ എല്ലാം ഉണ്ടാവും. കിട്ടില്ല വണ്ടിയാണ്. എത്ര നമ്മള് ചോദ്യം? ഇത് നമുക്കൊരു 7.3 ചോദിക്കുന്നുണ്ട്. 7.3. അതിൽ 6.3 ലോണും കൊടുക്കട്ടോ. 6.3 നമുക്ക് ലോണും ചെയ്യാലോ. അതെ അതെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും റീപ്ലേസ് ഒന്നുമില്ല. അതേമാതിരി ഓൾഡ് ഷേപ്പ് വണ്ടിയാണ്. 2017 ZT 1 lakh ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ചോദ്യം? ഇത് നമ്മള് 6.3 രൂപ. 6.3. ലോണൊക്കെ എത്ര ചെയ്യാം? ലോൺ നമുക്ക് 6 രൂപ ചെയ്ത് കൊടുക്കേ. 75 രൂപ മാക്കി കൊടുക്കാം. നല്ല ഇന്റീരിയൽ 4 ടയർ പുതിയതൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, അടുത്തതാണ് നമുക്ക് കിഡ്ലം 3 വണ്ടികൾ. അതെ, ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. 3 വണ്ടിയാണ്. 2015 നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന വണ്ടി. ടൈറ്റാനിയാണ്. അത് സിംഗിൾ ഓണർ വണ്ടി. 1,05,000 കിലോമീറ്റർ ഓടി, കറക്റ്റ് സർവീസിലെ വണ്ടി. ഓക്കെ, ടയറൊക്കെ 4 പക്കയാണ് അല്ലേ? ടയർ. ഓക്കെ, എത്ര ചോദ്യം? അത് നമ്മൾ ചോദിക്കുന്നത് ഇതിന് 5 രൂപ, 5 ലക്ഷം രൂപ ചോദിക്കുന്നു കേട്ടോ. 5 ലക്ഷം രൂപ. ടൈറ്റാനിയം 2015 5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. 4 പുത്തൻ ടയർ, നല്ല സീറ്റ് കവർ, റീപ്ലേസ് ഇല്ല. ബമ്പറിന് പോയ ചെറിയ ടച്ചപ്പ് നല്ലാതെ വേറെ കാര്യമായിട്ട് ഒന്നും കയറിയിട്ടില്ല. നമ്മള് ലോൺ 4.5 രൂപ ചെയ്ത് നോക്കൂ. വീണ്ടും തവണ ഒരു 2016 മോഡൽ ടൈറ്റാനിയം പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. ഓക്കെ,
സിംഗിൾ ഓണർ വണ്ടി 1.30 കറക്റ്റ് സർവീസ്, ഓക്കെ. നോ റീപ്ലേസ്. ടയർ പറഞ്ഞതൊക്കെ ഒരു 70% ടയറുകളുണ്ട്, നല്ല സീറ്റ് കവറാണ്, നല്ല കാര്യമാണ്. കറക്റ്റ് സർവീസിലെ വണ്ടിയാണ്. ഇത് നമ്മുടെ ചോദ്യം, ഇത് 6.20 ചോദിക്കുന്നത്, 5 രൂപ ലോൺ ചെയ്ത് കൊടുക്കും. 5 രൂപ ലോണും ചെയ്യാം. അടുത്ത ഒരു കളർ ചേഞ്ച് അല്ലേ? അത് കളർ ചേഞ്ച് 2016 തന്നെയാണ്. ട്രെൻഡ് ലൈനാണ്, 88 ഓടി സിംഗിൾ ഓണർ വണ്ടി, നോ റീപ്ലേസ്. 3 ഡീസൽ അല്ലേ? 3 ഡീസൽ. ഇതിന്റെ ക്വാളിറ്റി ഇന്ത്യയിൽ കാണണം. അതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ കാണുന്നതാണെന്ന് കാണാം. അതാണ് അതിന്റെ സിസ്റ്റം. അതിന് സെറ്റ് കണ്ടില്ല, അഡീഷൻ ചെയ്തതാണ്. ഓക്കെ. ഇത് ഓൺഷിപ്പ് എങ്ങനെ? സിംഗിൾ ഓണർ വണ്ടി. നമ്മൾ എത്ര ചോദ്യം? ഇത് നമുക്ക് 590. 590. ലോണൊക്കെ ഏകദേശം 5.15 ചെയ്തു കൊടുക്കാം. അവസാനിക്കാൻ നമ്മളിന്ന് അത്യാവശ്യം ഫുള്ള് SUV-കളാണ് നമ്മൾ ഈ ഒരു ഷോറൂമിലുള്ളത്. ഈ ചെറുവാഹനങ്ങൾ വേണ്ടവർക്ക് നമുക്ക് അടുത്ത് തന്നെ നമുക്കൊരു ഷോറൂം വരുന്നുണ്ട്. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്തോളി. നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഒരു SUV നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ്ട. നമുക്ക് എല്ലാ കമ്പനിന്റെ മിക്ക ബ്രാൻഡുകളും നമുക്കിവിടെ പല 1-2 എണ്ണം നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ എന്ത് ചെയ്യുന്നു, ലൊക്കേഷൻ ഒന്നുണ്ടെന്ന് പറഞ്ഞിടത്താണ് ശ്രമിക്കാം. മഞ്ചേരി തുറക്കൽ 28. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായും കമന്റ് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും നിങ്ങൾ SUV നോക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ്ട, നേരെ ഈ വീഡിയോ 2-3 വണ്ടി എക്സ്ട്രാ വരാൻ നിങ്ങൾ വരുമ്പോ കറക്റ്റ് 4 വണ്ടി കൂടി വരാണ്ട് അത് വരുന്നതായിരിക്കും. ഒറ്റ മാത്രമായിട്ടുള്ള പരിപാടിയാണ് കൂടുതൽ സെയിൽ ചെയ്യുന്ന സാധനം അതാണ്. ഓക്കെ. അപ്പൊ എന്ത് മാക്സിമം ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഉണ്ടോ? അതെ. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് സുനിക്ക സൈനിങ് ഓഫ്.